ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ ഇതാ കുറേ ദിവസത്തിന് ശേഷം വീണ്ടും ഞാനൊരു വീഡിയോ ഇട്ട് കാട്ടാം. അപ്പോൾ ഇന്നും പറഞ്ഞ പോലെ തന്നെ മടി കാരണം തന്നെയാണ് വീഡിയോ ഇടാഞ്ഞത്. ഇത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയ ഒരു ദിവസത്തേന് കേട്ടോ. ഞാൻ പെരുന്നാൾക്ക് പോയ വീഡിയോ ആണ്. എന്നത്തെ വീഡിയോ എന്നുള്ളത് കറക്റ്റ് വെച്ചാൽ കുറേ ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെച്ച ഒരു വീഡിയോ ആണ്. അവിടെ ചോറൊക്കെ അടുപ്പത്ത് ഇങ്ങനെ കിടന്ന് തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും ഉള്ള ദിവസമാണ്. ഇന്ന് നമ്മൾ നാടൻ സദ്യ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് പച്ചക്കറികളൊക്കെ അവിടെ കട്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഒരു പൂച്ചക്കുട്ടീനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ അതിനിങ്ങനെ ഒന്ന് വീഡിയോ എടുത്താണ്. പിന്നെ ഇതിൻ്റെ തുണ ഒരു 2 കൂടിയും വേറെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊന്നും കാണാനൊന്നുമില്ല. ചിലപ്പോൾ അതിനിങ്ങനെ തിരഞ്ഞ് നടക്കണ തിരക്കാവും. പിന്നെ ഇതാ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ പുക ഉയരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അമ്മ രാവിലെ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നേരത്തെ കാട്ടി തന്നല്ലോ. അപ്പോൾ പുറത്ത് അടുപ്പത്ത് തന്നെയാണ് ഞങ്ങളെല്ലാതും വെച്ചുണ്ടാക്കാറൊക്കെ കേട്ടോ. അപ്പോൾ പൂച്ചക്കുട്ടി എന്നെ കണ്ടതിനോട് കൂടെ അതിനാണ്ട് കടന്ന് പോകാൻ പാകമില്ല കേട്ടോ. ഞാൻ ഇവിടെ നിൽക്കണേ കാരണം അങ്ങനെ ഞാൻ നീങ്ങി പോന്നപ്പോൾ അതങ്ങോട്ട് പോവുകയും ചെയ്ത്. ഇന്ന് എല്ലാവരും വരും കേട്ടോ. അനിയത്തി വന്നിട്ടില്ല, ഉള്ള മാപ്പിള വന്ന കാരണം കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓളിന്ന് വരും. ഫുഡ് കഴിക്കാറാകുമ്പോഴത്തേന് എത്തും കേട്ടോ. ഉച്ചയുടെ ടൈം ആകുമ്പോഴത്തേന് എത്തും. അപ്പോൾ നമുക്ക് ഇനി ബാക്കി പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. നാടൻ സദ്യ, എലിശ്ശേരി, പുളിശ്ശേരി, പിന്നെന്താ അവിയൽ, സാമ്പാർ, അങ്ങനത്തെ എല്ലാ ഐറ്റംസും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ബീട്രൂട്ട് പച്ചടി, അങ്ങനത്തെ കുറേ സാധനങ്ങൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ തന്നെയാണ് കേട്ടോ ഒക്കെ പ്രിപ്പറേഷൻ ചെയ്യുന്നതൊക്കെ. അപ്പോൾ എന്തായാലും അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഫെമിക്കുട്ടി നീറ്റ് വന്ന് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് എന്തായാലും കുട്ടികൾ നീറ്റ് വരുമ്പോൾ തന്നെ പച്ചക്കറി കണി കണ്ടിട്ടാണ് ഉണരണത് കേട്ടോ. നല്ല പച്ചക്കറിയാണ്. അപ്പോൾ ഇപ്പോൾ പെരുന്നാളൊക്കെ ആയത് കാരണം ഇപ്പോൾ കുറച്ച് ദിവസം ബിരിയാണിയും ഇറച്ചിയൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ഇപ്പോൾ ഇന്ന് എന്തായാലും ഇന്ന് വേണ്ട എന്നുള്ളത് ഒഴിവാക്കിയിട്ടാ. ബിരിയാണിയുടെ പരിപാടി വേണ്ട, നാടൻ സദ്യ മതി എന്നുള്ളത് കാക്കി. അപ്പോൾ ഫോണും കയ്യിൽ പിടിച്ചിരുന്നിട്ടുണ്ട് വെച്ചെങ്കിൽ നമ്മളെ ബാക്കി പരിപാടികളൊന്നും നടക്കില്ല. അപ്പോൾ അതൊക്കെ കുറേ ഞാനിത് സാമ്പാർക്ക് വേണ്ടതൊക്കെ അവിടെ ഇങ്ങനെ കട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് മഴക്കാർ ഇപ്പോൾ വേനലാണ്, എന്തെങ്കിലും കൂടി മഴ പെയ്യണോ വേണ്ടേ എന്നുള്ളൊരു സംശയത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ് കേട്ടോ ഒന്ന്. പിന്നെ കുട്ടികൾ നീക്കാത്ത കാരണം കൊണ്ട് ഊഞ്ഞാലൊക്കെ അവിടെ ഇങ്ങനെ ഫ്രീ ആയി നിൽക്കുന്നുണ്ട്. അടുപ്പത്ത് ഇങ്ങനെ ഇതാ ചോറ് തിളച്ച് റെഡിയാവണ്. അപ്പോൾ അത് ഓരോന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗ്യാസുമെല്ലാം കൂടിയിട്ട് വെക്കാം, എല്ലാതും കൂടി ആവണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് ആയിട്ട് ഇറക്കിയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാൻ. ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഇനി ഇതിന് മേലെ സാമ്പാർ അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ വെക്കുള്ളൂ കേട്ടോ. ചെറുവക ഉപ്പേരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗ്യാസുമെല്ലാം വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് വെച്ചടിക്ക് വേണ്ടിയിട്ടുള്ള ബീട്രൂട്ടൊക്കെ ഇങ്ങനെ കട്ടാക്കുകയാണ്. പിന്നെ അമ്മ അതിനിടയ്ക്ക് ഇതാ ഉണക്കസ്രാവൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉണക്കസ്രാവ് പൊരിച്ചത് അതൊരു ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കുട്ടികൾക്കൊന്നും എന്തായാലും ഉണക്കലൊന്നും പറ്റില്ല. അപ്പോൾ അത് കാരണം അതും കൂടി വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാതും റെഡിയായി. പിന്നെ എടുക്കാനും തിരക്കായിരുന്നു കേട്ടോ. അത് കാരണം ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ എല്ലാവരും ആണുങ്ങളുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാ പെണ്ണുങ്ങളും കൂടി സൊറ പറഞ്ഞിരുന്ന് ഫുഡൊക്കെ കഴിക്കട്ടെ. നല്ല അടിപൊളിയായിരുന്നു. ഇപ്പോൾ കാണുമ്പോൾ കഴിക്കാൻ തോന്നുന്നു. കുറേ മുന്നെടുത്ത് വീഡിയോ ആണെങ്കിൽ കൂടി ഇപ്പോൾ കാണുമ്പോൾ ഒന്ന് കിട്ടിയാൽ കുഴപ്പമില്ല എന്നൊക്കെ തോന്നുന്നുണ്ട്. ധാന്യത്തിൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ ഓനിങ്ങനെ അവിടെ നടക്കുന്നുണ്ട്. ഫോണൊക്കെ തട്ടിപ്പറിച്ച് മേടിച്ച് കൊണ്ടുപോയിട്ട് കേട്ടോ. അപ്പോൾ ഉപ്പാൻ്റെ അടുത്തേക്ക് പോയി. പിന്നെ നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ രാവിലെ ഇതാ കുട്ടികൾ മദ്രസയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവും. അപ്പോൾ മദ്രസയൊക്കെ തുറന്നല്ലോ. അപ്പോൾ തൊപ്പി പുതിയതായത് കാരണം കൊണ്ടൊന്ന് ഡയറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഈ തൊപ്പി മറ്റേ പഴയ തൊപ്പി തന്നെ ഓനക്ക് ഭയങ്കര ക്രൈസാണ്. അത് എത്ര തൊപ്പി ഉണ്ടായാലും ഓനക്ക് ആ ഒരു തൊപ്പി തന്നെ വെക്കണം. അപ്പോൾ ഒന്നും ഇങ്ങനെ മറ്റേ പുതിയത് വെക്കുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വെച്ചിട്ട് പോയിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ചൂട് എന്ന് പറഞ്ഞാൽ നല്ല അന്തം വിട്ട ചൂടാട്ടോ. പിന്നെ നമ്മൾ പാടത്തായ കാരണം കൊണ്ടേ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മുമ്പാടത്തൊക്കെ എന്നാൽ നല്ല കാറ്റാണ്. കാറ്റുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് പിടിച്ച് നിൽക്കാം കേട്ടോ. ചൂടാണെങ്കിൽ കൂടി കണ്ടോ ഇലകളൊക്കെ കണ്ടാലെങ്കിൽ അപ്പം നല്ല കാറ്റാണ് കേട്ടോ. നമുക്ക് പാടായത് കാരണം കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് പോയതിൻ്റെ ശേഷം അവിടെ ഒരു ഇല പോലെ അനങ്ങില്ല. നമ്മൾ ഇവിടെ വന്ന് കാറ്റും ഇതൊക്കെ കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ പറയും എന്താ ഇവിടെ ഇല പോലെ അനങ്ങുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ അമ്മാനോട്. അപ്പം നിൽക്കാൻ അവിടെ ഉച്ചക്ക് ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഒന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അവിടെ മുമ്പാട് തന്നെ അവിടെ എന്താ പറയുക ഇതൊരു കസേരയുടെ മേലെ ഇങ്ങനെ കിടക്കും. പിന്നെ നമ്മുടെ ആ സോപ്പ് ബിസിനസ്സിനെ പറ്റിയിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചെങ്കിൽ സോപ്പിൻ്റെ കാര്യം കുറച്ച് പറയാനുണ്ട് കേട്ടോ. അപ്പോൾ സോപ്പ് ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവരോടും പിന്നെ ഈ ഒരു സോപ്പിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അവരോടൊക്കെ. അപ്പോൾ ഞാൻ സോപ്പ് ഉണ്ടാക്കിയതൊക്കെ ഒരു ഇതൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉണ്ടാക്കുള്ളൂ. നമുക്ക് സോപ്പ് ഉണ്ടാക്കുന്നത് കുറേ ലൈഫ് ഉണ്ട്. ഏകദേശം 2 വർഷത്തിൻ്റെ അടുത്തൊക്കെ ഇരിക്കട്ടെ. നമ്മൾ ഡ്രൈ പൗഡർ വെച്ചിട്ട് അതായത് ആ സാധനം വെച്ച് ഉണക്കി പൊടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഹിബിസ്കസിൻ്റെ സോപ്പാണ്. അത് ചെമ്പരത്തിപ്പൂവ് നല്ലോണം പറിച്ചെടുത്ത് കഴുകി ഉണക്കി തണലത്തിട്ട് ഉണക്കി പൊടിച്ചിട്ട് അതിൻ്റെ പൗഡർ കൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കാരണം കുറേ ലൈഫ് ഉണ്ട്, കുറേ ഈട് നിൽക്കൂട്ടാ.
അപ്പോൾ ഗ്ലിസറിൻ സോപ്പാണ്. ഇതിൻ്റെ റേറ്റൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അത് ഓരോ വലിപ്പത്തിനനുസരിച്ചിട്ട് തന്നെയാണ് റേറ്റ് ഇട്ടുക. ഗ്രാം അനുസരിച്ചിട്ട് നമ്മൾ തൂക്കി നോക്കി അതിനനുസരിച്ചിട്ട് ഇടുക. പിന്നെ ഇത് പെട്ടെന്ന് അളിവിളിയായിട്ട് പോകുന്നില്ല. നല്ല സ്മെല്ലാണ്. ഇതൊരു പിയേഴ്സിൻ്റെ സ്മെല്ലാട്ടോ ഞാൻ അതിന് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ. പിന്നെ കുറച്ച് എൻ്റെ കയ്യിൽ സ്റ്റോക്ക് കുറവായിരുന്നിട്ടാ സ്മെല്ലും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് സ്മെല്ലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടും നല്ല അടിപൊളി സ്മെല്ലാണ് സോപ്പിന് ഉണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഫസ്റ്റ് ക്വാളിറ്റി സാധനം മേടിക്കുക. ലോക്കൽ സാധനം വാങ്ങിയിട്ട് നമ്മൾ ഉണ്ടാക്കരുത്. തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നല്ല റിസൾട്ടും ഉണ്ട് കേട്ടോ. എല്ലാവരും മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് നല്ല റിസൾട്ടാണ് പറയുന്നത്. അപ്പോൾ മേടിക്കുന്ന ആൾക്കാരനെ പിന്നെ മേടിക്കുന്നുണ്ട് നമ്മളിന്ന്. അപ്പോൾ അതൊക്കെ തന്നെ. പിന്നെ ഈ സോപ്പിനെ പറ്റി അറിയാത്ത ആളുകൾക്ക് ഇത് റേറ്റ് കൂടുതലാണെന്നൊക്കെ തോന്നും. അപ്പോൾ ഇതിനെ ചേർക്കുന്നതും ഇതിൻ്റെ കൂട്ടുകളും കാര്യങ്ങളായിട്ട് നമ്മൾ അത്യാവശ്യം റേറ്റ് കൊടുത്തിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണ കാരണമാണ്. അപ്പോൾ ഇതിലും കുറഞ്ഞിട്ട് കൊടുത്താൽ നമുക്ക് ഒന്നും കിട്ടില്ല. അപ്പോൾ അത് കാരണമാണ് കേട്ടോ. പിന്നെ നമ്മൾ എന്തായാലും ഇത് നമ്മൾ 10 രൂപ കുറച്ചിട്ട് തന്നെ നമ്മൾ കൊടുക്കുള്ളൂ കേട്ടോ. പിന്നെ ഇത് ഞങ്ങൾ മുന്നേ മൂന്നാർക്ക് ഇരവിക്കുളം നാഷണൽ പാർക്കിലേക്ക് പോയപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ ലാസ്റ്റ് എൻഡ് സ്ക്രീനിൽ കൊടുക്കാൻ നല്ല അടിപൊളി കാഴ്ചകളാട്ടോ മൂന്നാറത്തെ. ഇതൊരു കുന്നിൻ്റെ ഈ മലമുകളിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടോ. നല്ല പ്രകൃതിയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പോൾ നല്ല ഐസ് പോലത്തെ വെള്ളമായിരുന്നു ആ ഒരു സമയത്ത്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഒന്നും കൂടി പോയാലോ എന്നൊക്കെ കുഴപ്പമില്ല എന്നൊക്കെ തോന്നും. നല്ലൊരു അടിപൊളി യാത്ര തന്നെയായിരുന്നു കേട്ടോ. മാഷാഅല്ലാഹ്. അപ്പോൾ അതിൻ്റെ ഒരു ലാസ്റ്റ് ഞാൻ എൻഡ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവരൊന്ന് കയറി കണ്ടു നോക്കി നോക്കണേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയറും ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഞങ്ങളെ കൂടെ ഒപ്പം വേണേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മൈക്കുണ്ടല്ലോ, ഇതിൽ കളിച്ച് രസിക്കണം.